എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ഏറ്റുമാനൂരിലുള്ള കോട്ടയം TVS ഷോറൂമിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാലോ? നമ്മുടെ എൻടോർക്ക് 150 ഇതാ റിലീസായിരിക്കുകയാണ്, ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഷോറൂമിൽ വണ്ടി വന്നിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും അതുപോലെ ഓൺ റോഡ് പ്രൈസും GST ഇപ്പം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് നമുക്ക് ഓൺ റോഡിൽ വണ്ടി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാനായിട്ട് നമുക്കിവിടെ മാഡം ഉണ്ട്. മാഡത്തിനോട് നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. മാഡം, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മാഡം ആദ്യമേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? എൻ്റെ പേര് രാഹി എന്നാണ്. നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസും വേരിയൻസും ഒന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞു തരും? നമുക്ക് 150-കകത്ത് 2 വേരിയൻ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. ഒന്ന് TFT വിത്ത് ABS വരുന്നത്, പിന്നെ നോർമലി ABS മാത്രം വരുന്ന വണ്ടി. അങ്ങനെ 2 വേരിയൻ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. ഇതിപ്പോൾ ഇരിക്കുന്നത് ടോപ്പ് വേരിയൻ്റ് ആണ്. നമുക്ക് ടോപ്പ് വേരിയൻ്റ് എത്രയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും? ഓൺ റോഡ് നമുക്ക് അതിൻ്റെ ടാക്സ് ഇൻഷുറൻസ് എല്ലാം ചേർത്തിട്ട് നമുക്കൊരു 149 വണ്ടി ഓൺ റോഡ് ഇറക്കാം. ഇതിന്റെ താഴത്തെ വേരിയന്റിനോ? ഇതിന്റെ താഴത്തെ വേരിയന്റിനോ 139 ഇറക്കാൻ പറ്റും. കളർ TFT ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത് അല്ലേ? അതെ. നമുക്ക് RPM മീറ്റർ ഉൾപ്പെടെ ലഭിക്കും. കസ്റ്റം ബഡ്ജറ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് അതിനകത്ത് തീം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുമേ. ഇതുപോലെ സെറ്റ് ചെയ്ത് അതിന്റെ ബ്രൈറ്റ്നെസ് ഒക്കെ മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമേ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് വണ്ടിക്ക് വരുന്നത്. ഇതാണ് ഹൈ ബീമും ലോ ബീമും. പ്രൊജക്ടറാണ് ഹെഡ് ലാമ്പ് വരുന്നത്. വിംഗിൾസ് വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ടയർ സൈസ് 12 ഇഞ്ച് ബാക്കിലും റെയറും ഫ്രണ്ടും 12 ഇഞ്ച് ടയർ ആണ് വരുന്നത് വണ്ടിക്ക്. നോട്ട് ഇനിയൊന്നും കേട്ടുന്നു? നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട്. നമുക്ക് 125-ന് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഇതിന് നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് വരുന്നു. അതുപോലെ ഈ ഇതിൽ നമുക്ക് കീയുടെ തന്നെ നമുക്ക് ഓൾ ഇൻ വൺ കീ ആക്കിയിട്ടുണ്ട്. നമുക്ക് നോർമലി 125-നകത്താണ് നമുക്ക് ഊരിട്ട് കീ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു. ഇതിൽ നമുക്ക് ഇതിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. 22 ലിറ്റർ വരുന്നൊരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.8 ആണ് വരുന്നത്. ഓക്കെ. അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കളേഴ്സ് ഏതൊക്കെയായിരുന്നു അവൈലബിൾ ആയിട്ടുള്ള? റെഡ് വരുന്നുണ്ട്, ടർബോ ബ്ലൂ എന്ന് പറഞ്ഞൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ഹാൻഡിൽ ബാറിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? സാധാരണ നമുക്ക് സ്കൂട്ടേഴ്സിൽ കാണുന്നതിനേക്കാളും അതെ വ്യത്യാസമുണ്ട്. ഒരു ബൈക്കൊക്കെ ഒരു ആക്സിലേഷൻ, അതായത് നമുക്ക് ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ നേക്കഡ് ഹാൻഡിൽ ബാർ. ഇപ്പൊ നമ്മുടെ ഒരു അപ്പാഷയുടെ ഒക്കെ ഒരു ബൈക്കിന്റെ ഒരു ഹാൻഡിലായിട്ടാണ് നമുക്ക് ചെയ്ത് വന്നേക്കുന്നത്. നമുക്ക് മൊബൈൽ ഇതിൽ കണക്ട് ചെയ്തിട്ട് ആക്സിലേഷൻ ചെയ്യാൻ പറ്റും. ഒരു 6.3 സെക്കൻഡിൽ നമുക്ക് ആക്സിലേഷൻ കൂട്ടാനുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട് വണ്ടിക്ക്. 0.6 to 6.3 സെക്കൻഡ്സിൽ ആക്സിലേഷൻ സ്പീഡ് ക്വിക്കസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടോപ്പ് സ്പീഡ് ഒരു 120 ഒക്കെ വരെ വരുന്നുണ്ട്. 110 ഒക്കെ വരെ വരുന്നുണ്ട്. RPM മീറ്റർ ആണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു യൂട്ടിലിറ്റി ബോക്സ് വരുന്നുണ്ട്. നോർമലി നമ്മുടെ ഈ 125-നകത്ത് അങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ടായിരുന്നില്ല. ഇതിലേക്ക് നമുക്കൊരു യൂട്ടിലിറ്റി ബോക്സ് എന്നുള്ളത് വരുന്നുണ്ട്. ഹുക്ക് വരുന്നുണ്ട് ഇവിടെ. ഇവിടെ നമുക്കൊരു ലോഗോ കാണാം അല്ലേ? എൻടോർക്കിന്റെ ലോഗോ വരുന്നുണ്ട് അവിടെ. പണ്ട് നമുക്ക് 125cc-യുടെ പുറകില് ലൈറ്റ് ഒരു ഡിസൈനിലായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഡിസൈൻ ഇത് വന്നപ്പോ അതിന്റെ ചെറിയൊരു മാറ്റം വന്നു. പക്ഷെ സെയിം ഇതിൽ തന്നെയാണ്. LED തന്നെയാണ്. അതുപോലെ വിങ് ഷേപ്പ് ആണ് അല്ലേ? അതെ. അതിന്റെ ഗ്രാബ് ഹാൻഡിൽസ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഈ ആക്സസറീസ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് കൂടുതൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യണം?
എക്സ്ട്രാ അതിന്റെ അകത്ത് ആക്സസറീസ് ഇപ്പം ഓപ്ഷണൽ ആയിട്ട് വരുന്ന ആക്സസറീസ് ഇല്ലേ ഇപ്പം കസ്റ്റമേഴ്സിന്റെ ഓപ്ഷണൽ ആക്സസറീസ് വരും. ഇപ്പം ഗാർഡ് ആണെങ്കിലും മറ്റ് സീറ്റുകളൊക്കെ നമുക്ക് ഓപ്ഷണൽ ആണ് വരുന്നത്. അപ്പൊ അതിന് അഡീഷണൽ ആണ് വരുന്നത്. അതില്ലാതെ ഉള്ളതാണ് നമ്മളിപ്പോ റേറ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിനകത്ത് ടാക്സ് ഇൻഷുറൻസ് എല്ലാം ആഡ് ഓൺ ചെയ്ത റേറ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത്. ആക്സറീസ് ഒന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഇപ്പൊ വണ്ടിക്ക് വേണ്ട മാൻഡേറ്ററി ആക്സറീസ് ഒക്കെ വണ്ടിക്കകത്ത് ഉണ്ടാവും. നമുക്കിപ്പോ ക്രാഷ് ഗാർഡ് ഒക്കെ ഒന്ന് ഫിറ്റ് ആക്കിയിട്ട് ഇറക്കണമെങ്കിലോ? അത് ചേർത്ത് അതും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 4000 രൂപയുടെ അഡീഷണൽ വരും. ഓക്കെ, 1,45,000 അല്ലേ? അതെ. അല്ല, ടോപ്പ് വേരിയന്റ് ആകുമ്പോൾ 1,49 രൂപയുടെ 5 കൂടെ അഡീഷണൽ വരും. ഒരു 53 വരും. 1,53 ടോപ്പ് വേരിയന്റ് ആകുമ്പോ. പിന്നെ ABS ഫ്രണ്ടില് നമുക്ക് കിട്ടും അല്ലേ? അതെ, സിംഗിൾ ചാനൽ ABS ആണ്. ഡിസ്ക് നമുക്ക് പഴയ ഉണ്ടായിരുന്ന അതേ ടൈപ്പ് ഡിസ്ക്. അതെ, പഴയ വരുന്ന ഡിസ്ക് തന്നെയാ. 14.2 ആണ് നമുക്ക് ടോർക്ക് വരുന്നത്. എന്നും വരുന്നുണ്ട് ടോർക്ക് വരുന്നത്. എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ 149cc എഞ്ചിനാണ്. അതുപോലെ നമുക്ക് പവർ വരുമ്പം 13.42 PS പവറും അതുപോലെ 14.2 NM ടോർക്കും വരും. ഇത്തവണ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ഇത്തവണ നമുക്ക് ഇവിടെ ഹുക്ക് വരുന്നില്ല. പക്ഷെ 125cc അവിടെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഹുക്ക് വന്നില്ല. അപ്പൊ അഡീഷണൽ നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി ബോക്സ് വന്നതുകൊണ്ടായിരിക്കും അവിടെ അത് വരാത്തത്. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഡിസൈനില് വ്യത്യാസം ഉണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് കിടക്കാം. പ്രൈസ് നമുക്ക് EV വരുന്നുണ്ട്, പെട്രോൾ സ്കൂട്ടറുകളും വരുന്നുണ്ട്. 125 ആണെങ്കിലോ? എൻഡോർക്കിന്റെ ഇത് 125cc വണ്ടിയാ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെയാ വേരിയൻസ് ഒക്കെ? 125cc അത് ആക്ച്വലി 5 വേരിയന്റ് വരുന്നുണ്ട് വണ്ടി. ഇതിപ്പം ഇരിക്കുന്നത് ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് ഇപ്പം GST റിഡക്ഷൻ കഴിഞ്ഞ ഓൺ റോഡ് ഒക്കെ 17 ഇറക്കാം. ആക്സസറീസ് ഉൾപ്പെടെ 17 ഇറക്കാൻ വേണ്ടി. ഫുൾ ആക്സസറീസ്, എല്ലാ ആക്സസറീസും കൂടെ ആഡ് ചെയ്തിട്ട്. ഏതൊക്കെയാ ആക്സസറീസ്? ഗാർഡ്, മറ്റ് സീറ്റ് കവർ, ഇൻഡിക്കേറ്റർ, ബസർ എല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് നമുക്കൊരു 1,17 ഓൺ റോഡിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതിനകത്ത് രജിസ്ട്രേഷന്റെ ചാർജ്, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം ആഡ് ഓൺ ചെയ്തിരിക്കും. മൊബൈൽ കണക്ടിവിറ്റി ഉണ്ടോ? ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ നമുക്ക് ഈ ഗ്രാഫിക്സിലുള്ള വ്യത്യാസമുള്ള ഫുൾ ഓപ്ഷൻ ആയിട്ട് എങ്ങനെ? അല്ലല്ല, ഇതിനകത്ത് നമുക്ക് വരുന്ന ബേസ് വരുന്ന 3 വേരിയന്റുകൾ, ഇത് കഴിഞ്ഞ് വരുന്ന 2 വേരിയന്റുകൾക്കകത്ത് നമുക്ക് സെയിം ഈ ഗ്രാഫിക്സിലാണ് ചേഞ്ച് വരുന്നത് മെയിൻ ആയിട്ട്. പിന്നെ 4ാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് ഇതിന്റെ XP എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടിയിട്ട് ടോർക്ക് എന്നുള്ളത് കൂടും. ഈ പറഞ്ഞ പോലെ ഹോഴ്സ് പവർ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് അതിനകത്ത് മാറ്റം വരുന്നത് വണ്ടിക്ക്. ഡിസൈനൊക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വേരിയന്റ് വരുമ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്നത് ഇത് XP. ഇപ്പൊ പറഞ്ഞ പോലെ റേസ് XP എന്ന് പറയുന്ന വേരിയന്റ്. എൻഡോർക്ക് 125ന്റെ 4ാമത്തെ വേരിയന്റ് ഈ വണ്ടി. ഇതിപ്പോ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ കളറാണ്. ഇതിനു മുമ്പ് നമുക്ക് ബ്ലാക്കും അതിന്റെ റെഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് നമുക്ക് ഈ കഴിഞ്ഞൊരു 2 വീക്സ് മുമ്പാണ് ഇത് വന്നത് കളർ. ഇതിനങ്ങനെ പ്രൈസും കാര്യങ്ങളും ഇതിനകത്ത് വരുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ മറ്റേ അപേക്ഷിച്ചിട്ട് LCD ക്ലസ്റ്റർ മീറ്റർ ആണ് വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന നോർമൽ മീറ്റർ അല്ലേ, ഇതിലേക്ക് വരുമ്പോൾ LCD ക്ലസ്റ്റർ മീറ്റർ ആണ് വരുന്നത് വണ്ടിക്ക് വരുന്നത്. ഇതിനപ്പം നമുക്ക് പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇത് വരുമ്പോൾ ആക്സസറീസ് ചേർത്തിട്ട് 125 വരും. സൂപ്പർ സോൾജിയർ എഡിഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന സൂപ്പർ സ്ക്വാഡ് എഡിഷൻ ആണ് വരുന്നത്. നമുക്ക് അതിനകത്ത് വരുന്ന കളേഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഇപ്പൊ 4 കളറുകളാണ് വണ്ടിക്ക് വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിലാണ് വണ്ടി വരുന്നത്. അതിനകത്ത് ക്യാപ്റ്റൻ അമേരിക്ക വരുന്നുണ്ട്, ബ്ലാക്ക് പാന്തർ, തോർ, പിന്നെ സൂപ്പർ സോൾജിയർ, അങ്ങനെ കളേഴ്സ് ആണ് വരുന്ന വണ്ടിക്ക്. അതിനാകുമ്പോൾ നമുക്കൊരു 123 വരും. ആക്സറീസ് ഒക്കെ ചേർത്തിട്ട് ഓൺ റോഡ് പ്രൈസ് 123. GST റിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണേ. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 9 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് മൊത്തത്തില്. ഇപ്പൊ 110cc ഒക്കെ എങ്ങനെയാ പ്രൈസ്? 110cc നമുക്ക് ജൂപ്പിറ്ററിനകത്താണ് 110cc നമുക്കിപ്പോ വണ്ടികൾ വന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് ആക്സസറീസ് ഇല്ലാതെ 110ന്റെ ഏറ്റവും ബേസ് വേരിയന്റ് നമുക്ക് 1,01,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് സെക്കൻഡ് വേരിയന്റാ. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന് ആക്സസറീസ് ഇല്ലാതെ നമുക്ക് ഓൺ റോഡ് വരുന്നത്, ആക്സസറീസ് ആഡ് ഓൺ ചെയ്യാതെ ആണെങ്കിൽ 1,05,000 വരും. നോർമൽ അനലോഗ് മീറ്റർ ഒക്കെ ആയിരിക്കും വണ്ടിക്ക് വരുന്നത്.
ഫ്യൂവൽ നമുക്ക് ഇതിലെയാണ്, നമുക്ക് വണ്ടിയുടെ ഫ്യൂവൽ പോകുന്ന ഇതിലെയാണ്. ടാങ്ക് വരുന്നത് നമ്മുടെ ഈ ഫുട്ബോളിന്റെ അടിയിലാണ്. ഇത് സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് ആണ്. അതിപ്പോ അലോയ്സ് വരും വണ്ടിക്ക്. ബേസ് വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ അലോയ്സ് ഉണ്ടാവില്ല വണ്ടിക്ക്. നോർമൽ ഡ്രം ബ്രേക്ക് മാത്രമേ വരുള്ളൂ. ഇത് വിത്ത് അലോയ് ആണ് വരുന്നത്. പിന്നെ DRL വരുന്ന DRL ടോപ്പ് വേരിയന്റ് വരുന്ന വേരിയന്റുകൾക്ക് മാത്രമേ DRL എന്നുള്ളത് വരുള്ളൂ, ഓപ്ഷൻ വരുള്ളൂ. പ്രൈസ് എങ്ങനെ വരും? അതിന്റെ പ്രൈസ് ഇപ്പം ഇതിന്റെ ടോപ്പ് വേരിയന്റ് ഡ്രമ്മും ഡിസ്കും വരുന്നുണ്ട്. ഡ്രം ബ്രേക്ക് ഉള്ള വണ്ടിയും ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയും വരുന്നുണ്ട്. ഡ്രം ബ്രേക്ക് ആണെങ്കിൽ ആക്സറീസ് എല്ലാം ചേർത്തിട്ടാണെങ്കിൽ 1.14 വരും. ആക്സറീസ് ഇല്ലാതെയാണ് നോക്കുന്നെങ്കിൽ 1.10 വണ്ടി ഇറക്കാം. പിന്നെ തന്നെ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ 1.14 ആക്സറീസ് ഇല്ലാതെ ഇറക്കാം. 1.18 ആവും വിത്ത് ആക്സറീസ് വരുമ്പോൾ. പിന്നെ ഇതിന്റെ ഒന്നും അല്ല, ഒരു ബ്ലാക്ക് എഡിഷൻ വരുന്നുണ്ട്, സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വരുന്നുണ്ട്. ഒരു സിംഗിൾ കളറാണ്, ബ്ലാക്ക് മാത്രമേ വണ്ടി വരുള്ളൂ. അതിലേക്ക് വരുമ്പോൾ നമുക്കൊരു 1.19 ആവും ആക്സറീസ് എല്ലാം ചേർത്തിട്ട്. അതാണ് സ്റ്റോറേജ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീസ് ഇത് വരുന്നത്. 2 ഹെൽമെറ്റ് വെക്കാവുന്ന സ്റ്റോറേജ് സ്പേസ് ആണ് വണ്ടിക്ക് വരുന്നത്. 2 ഹാഫ് പീസ് ഹെൽമെറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 33 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി എന്നുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ഒരു സിലിണ്ടർ സൈസിലാണ് നമ്മുടെ ഈ ഫ്രണ്ട് എന്നുള്ള ചെയ്തേക്കുന്നത്. 350 mm ആണ് അതിന്റെ നമ്മുടെ ലെഗ് സ്പേസ് വരുന്നത്. 5.1 ആണ് അതിന്റെ ടാങ്ക് കപ്പാസിറ്റി. ഇനി EV-യിലേക്ക് വരുവാണെങ്കിൽ EV നമുക്കിപ്പം വണ്ടി ഓർബിറ്റർ എന്ന് പറഞ്ഞൊരു സ്കൂട്ടറും iQube 2 EV സ്കൂട്ടറുകളാണ് TVS-ന് ഇപ്പം നിലവിലുള്ളത്. പിന്നെ iQube ആണ് ഈ ഇരിക്കുന്നത്. ഇതിപ്പോ iQube-ന്റെ സെക്കൻഡ് വേരിയന്റ് ആണ് ഈ ഇരിക്കുന്നത്. UG എന്ന് പറയുന്ന വണ്ടിയാണ്. iQube UG എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതിന്റെ കമ്പനിയുടെ ഐഡിയൽ റേഞ്ച് 145 കിലോമീറ്റർ ആണ്. നമുക്ക് റോഡിൽ 115 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വണ്ടിയാണ്. UG എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആണോ വരുന്നത്? ഫുൾ ഓപ്ഷൻ അല്ല, ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നത് ST3P എന്ന് പറയുന്ന വണ്ടിയാണ്. അതിലേക്ക് വരുമ്പോൾ 175 കിലോമീറ്റർ റേഞ്ച് ആണ് വണ്ടിക്ക് വരുന്നത്. അപ്പൊ അതിനാണ് പ്രൈസ് എത്ര വരും? അതിനാകുമ്പോൾ നമുക്ക് ആക്സസറീസ് എല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് സബ്സിഡി ഒക്കെ കഴിഞ്ഞിട്ട് 185 വരും. ഇത് നമുക്ക് റിയൽ ലൈഫിൽ എത്ര കിട്ടുമായിരിക്കും റേഞ്ച്? 175 ഇതിന്റെയാണ് ചോദിക്കുന്നത്. ഇതിന്റെ നമുക്ക് ഈ 115 എന്നുള്ളത് ഒരു 110, 108 വരെയൊക്കെ കിട്ടും അല്ലേ? ഇതിന് ആക്സസറീസ് ഇല്ലാതെയാണോ പ്രൈസ്? അതെ അതെ അതെ, ആക്സസറീസും കൂടെ ചേർത്ത്. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് അഡീഷണൽ വരുന്നത് വെച്ചാൽ ഇതിന് iQube-ന് ഇൻബിൽട്ട് ആയിട്ട് മാറ്റൊക്കെ വരുന്നുണ്ട്. ഗാർഡും ഇതിന്റെ ഒരു സീറ്റർ മാത്രമാണ് അഡീഷണൽ ആക്സസറി ആയിട്ട് വെക്കേണ്ടത്. ചേർത്താകുമ്പോൾ ഏകദേശം 2850 രൂപ അതിന് അഡീഷണൽ ചാർജ് വരും. അത് ഓപ്ഷണൽ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രൈസ് വരുന്നില്ല. ഇതിപ്പം ഇവിടെയാണ് ഇതാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. ചാർജിങ് പോർട്ട് എവിടെയാണ്? ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഈ പിന്നെ ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഏത് പ്ലഗ് പോയിന്റിലും കുത്തിയിടാം. പവർ പ്ലഗ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഏത് പ്ലഗ് പോയിന്റിലും കുത്തിയിടാം. ഫാസ്റ്റ് ചാർജിങ് വരികയില്ല. ഇതിനകത്ത് ഇപ്പം 115ന്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4.5 മണിക്കൂർ ടൈം എടുക്കും. എന്നുവെച്ചാൽ 20 മുതൽ 100% വരെ ചാർജ് ആവാനായിട്ട്. എന്നുവെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല. ഇനി ഈ ഡിസ്പ്ലേയിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാ? വണ്ടി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മുടെ ചാർജും അതിന്റെ ഒരു കിലോമീറ്റർ കവർ ചെയ്യുന്ന കിലോമീറ്ററും കാണിക്കും. സൈലന്റ് സ്റ്റാർട്ട് ആണ്. അപ്പൊ ഈ ഒരു സൗണ്ട് മാത്രമേ വണ്ടിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഇത് എക്കോ മോഡും പവർ മോഡും ആണ് വണ്ടിക്ക് മെയിൻ ആയിട്ട് വരുന്നത്. എക്കോ മോഡിലാണ് നമ്മൾ ഈ പറയുന്ന കിലോമീറ്ററിനുള്ളത് നമുക്ക് കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം, ഇതിൽ തന്നെ ഉണ്ട് ഇത്ര ശതമാനം ചാർജിൽ ഇത്ര കിലോമീറ്റർ കവർ ചെയ്ത് പോകുന്നുള്ളത് കാണാം. ഇതിന് നമ്മുടെ ഇവിടെ തന്നെ മോഡ് ബട്ടൺ എന്ന് പറയുന്നുണ്ട്. ഈ മോഡ് ബട്ടൺ നമ്മൾ തന്നെയാണ് ഇതിന്റെ പവർ മാറ്റി ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മാറുമ്പോൾ ഈ ശതമാനത്തിൽ 75 കിലോമീറ്റർ ആയിരിക്കും വണ്ടി കവർ ചെയ്യുന്നത്. അത് നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും. ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചർ. ഇതാണ് ഇതിനകത്ത് അലേർട്ടുകൾ മാറുന്നതനുസരിച്ച്, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് വണ്ടിക്ക്. അപ്പൊ ഫോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ആണ്, ഫുൾ നാവിഗേഷൻ വരില്ല. ഇതിന്റെ ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇതിന്റെ തന്നെ 115ന്റെ ടോപ്പ് വേരിയന്റ് തൊട്ട് ക്രാഷ് അലേർട്ടും കാര്യങ്ങളും ഒക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പറഞ്ഞ പോലെ നമുക്ക് ഫൈൻഡ് മൈ വെഹിക്കിൾ അങ്ങനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇപ്പൊ മൊബൈൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ അറിയാൻ പറ്റും. ഇതിനകത്ത് പാർക്കിംഗ് അസിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. ബേസ് മോഡൽ എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന് എങ്ങനെയായിരിക്കും പ്രൈസ് വരുന്നത്? പ്രൈസ് വരുമ്പോ 1.19 വരും, 1.19,600 വരും. അതിനൊക്കെ എത്ര കിലോമീറ്റർ റേഞ്ച്? അതിന് കമ്പനി 94 പറയുന്നു. റോഡ് നമുക്ക് 75 വരെ കിട്ടാം.
പിന്നെ അറിയാലോ ഡിപ്പെൻസ് അങ്ങനെ ഓടിക്കുന്ന അനുസരിച്ച് വരും. പിന്നെ അത് പാർക്കിംഗ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോർമലി തന്നെ ഈ പാർക്കിംഗ് അസിസ്റ്റ് ഓൺ ആണെങ്കിൽ ആക്സിലേഷൻ വരെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം വണ്ടി. ആ ഇപ്പൊ പറഞ്ഞ പോലെ 4 ഇൻഡിക്കേറ്റർ ഒന്നിച്ച് ഇത് വരുന്നുണ്ട്. ഹസാർഡ് സിസ്റ്റം വരുന്നുണ്ട് വണ്ടിക്ക്. ഇതിന് നമുക്ക് സെക്കൻഡ് വേരിയന്റ് തൊട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് കുഷ്യൻ വരുന്നുണ്ട് വണ്ടിക്ക്. സെക്കൻഡ് ഓപ്ഷൻ തൊട്ടാണ് സപ്പോർട്ടിംഗ് കുഷ്യൻ വരുന്നത്. ബേസ് വരുന്നതിന് ഈ ഒരു കുഷ്യൻ എന്നുള്ളത് വരികയില്ല. സ്റ്റോറേജ് എന്ന് പറയുന്നത് 30 ലിറ്റർ ആണ് കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെയാണ് നമുക്ക് ചാർജിങ് പോർട്ടും വരുന്നത്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ട് ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. റോണിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയും, പ്രൈസ്, വേരിയൻസ്, ബേസ് മോഡൽ. റോണിൻ ആക്ച്വലി ബേസ് വേരിയന്റിനകത്ത് നമുക്ക് 2 കളർ ഓപ്ഷൻ വരുന്നുണ്ട് വണ്ടി. അതിനകത്ത് ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് വരുന്ന 2 വേരിയന്റും സിംഗിൾ ചാനൽ ABS ആയിരിക്കും. അതിനകത്ത് ബ്ലാക്ക് കളർ വരുന്ന വണ്ടിയുണ്ട്, റെഡ് കളർ വരുന്ന വണ്ടിയുണ്ട്. രണ്ടും ഈ കളർ വേരിയന്റ് അനുസരിച്ച് ചെറിയ റേറ്റ് വേരിയേഷനും വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ അടുത്ത വേരിയന്റ് മിഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 കളർ ഓപ്ഷൻ ആണ് വണ്ടിക്ക്. ബ്ലാക്ക് ആണെങ്കിൽ എങ്ങനെയാ പ്രൈസ് വരുന്നത്? അതിന് നമുക്ക് ഒരു 159 വരും ഓൺ റോഡ്. അത് GST ക്ക് മുമ്പാണെങ്കിൽ ഒരു 172 നമ്മൾ സെൽ ചെയ്തിരുന്ന വണ്ടിയാണ്. അതിൽ ചേഞ്ച് വന്നപ്പോൾ അത്ര ഒരു വ്യത്യാസം വണ്ടിക്ക് അത് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ഫുൾ ഓപ്ഷൻ ആയിരിക്കുന്നത്. സ്പെഷ്യൽ എഡിഷൻ. അതെ, സ്പെഷ്യൽ എഡിഷൻ ആണ് ഇത്. ഇതിന് 2 കളേഴ്സ് ആണ് വരുന്നത്. നിംബസ് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറും കൂടി വരുന്നുണ്ട്. ഇത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാ. ഇതിന്റെ നിംബസ് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറും കൂടെ വണ്ടിക്ക് വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടി വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് ആയിട്ട് വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ ഒരു വൈസർ കാര്യങ്ങളെല്ലാം വരും വണ്ടിക്കകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉള്ളതാണ്. ഇതിന് പ്രൈസ് എങ്ങനെയാണ്? ഇതിന് 2 ലക്ഷം. മറ്റേ അത് നേരത്തെ നമുക്ക് GST ക്ക് മുമ്പാണെങ്കിൽ 217 ആയിരുന്നു റേറ്റ്. 17,000 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഷോക്ക് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ബേസുമായിട്ട് വരുന്നു. ഉണ്ട്, വ്യത്യാസമുണ്ട്. അതുപോലെ ബാക്കിൽ നമുക്ക് ഡിസ്ക് വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. 225 ആണ് CC. മിഡിൽ ഓപ്ഷൻ ഒക്കെ എങ്ങനെയായിരിക്കും പ്രൈസ് വരുന്നത്? 186ന്റെ വണ്ടി ഉണ്ട്, 185ന്റെ ഉണ്ട്. 2 കളറിനും 2 റേറ്റാ വരുന്നത്. അത് ഐഗോ അസിസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് വണ്ടിക്ക്. ഫെദർ ടച്ച് ആണ് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ എന്നുള്ളത് വരുന്നത്. അതുപോലെ 4 ഇൻഡിക്കേറ്റർ ഒന്നിച്ച് വരുന്നത്, മോഡ് അഡ്ജസ്റ്റബിൾ, എഞ്ചിൻ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്കകത്ത്. നമുക്ക് RTRന്റെ ഡീറ്റെയിൽസ് USD4 RTRന്റെ 200 ആണ് ഇപ്പൊ ഇരിക്കുന്നത്. RTR 160 200 വരുന്നുണ്ട്. 160 ആവുമ്പോൾ നമുക്ക് പ്രൈസ് 160 ഇപ്പൊ പോലെ USD4 വരുന്ന വണ്ടി വരുന്നുണ്ട്. 160 നോർമലും വരുന്നുണ്ട് കേട്ടോ. ബേസ് നമുക്ക് എത്ര ഇറക്കാൻ പറ്റും? 160 ആണെങ്കിലോ 159 വണ്ടി ഇറക്കാം. ഡൗൺ പേയ്മെന്റ് അങ്ങനെയൊക്കെ എത്രയൊക്കെ? ഡൗൺ പേയ്മെന്റ് നമ്മുടെ മെയിനായിട്ട് സ്കോറിൽ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. എന്നാലും ഒരു 15 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഈ മോഡലിലെ വണ്ടി നമുക്ക് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ ഡുവൽ സീറ്റ് വരുമ്പോൾ പ്രൈസ് എങ്ങനെയായിരിക്കും വരുന്നത്? ഏതാ 200 ആണെങ്കിലോ? 200 ആണെങ്കിൽ 172. 160ക്കാണ് നമുക്ക് സിംഗിൾ സീറ്റ്. ഇപ്പം നമ്മൾ സിംഗിൾ സീറ്റിനാകുമ്പോൾ പ്രൈസ് എങ്ങനെ വരും? പ്രൈസ് അതാ പറഞ്ഞു 159 വണ്ടി ഇറക്കാം. അതിന്റെ USD4 വരുമ്പോഴേക്കും നമുക്ക് 163 163 ഡുവൽ സീറ്റ് ആണ്. ഡ്യുവലാ വരുന്നത്. റൈഡറിന് നമുക്ക് പ്രൈസ് എങ്ങനെ വരുന്നത്? ബേസ് റൈഡറിന് 5 വേരിയന്റാ വരുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടിയുണ്ട്. ഇപ്പം സിംഗിൾ സീറ്റ് ആയിരിക്കും വണ്ടി വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ഡ്രം ബ്രേക്ക് ആയിരിക്കും വണ്ടിക്ക് വരുന്നത്. ഇപ്പൊ ഡിസ്ക് അല്ലേ. ഇതിന്റെ ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടിക്കാണെങ്കിൽ നമുക്ക് 110 വണ്ടി ഇറക്കാം. ഇത് വരുമ്പോഴാണ് പ്രൈസ് എങ്ങനെ വരും? ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇത് വരുന്നത് അതെ. കളർ ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നതാണ്. ഫുൾ ഓപ്ഷൻ എത്ര ഓൺ റോഡ് ഇറക്കാം? ഓൺ റോഡ് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 117 വരും. ആ റേറ്റ് ഇത്രയും റേറ്റ് വേരിയേഷനേ വരുന്നുള്ളൂ വണ്ടിക്ക്.
TFT വരുന്ന വണ്ടി ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നമുക്കൊരു ഒരു ഗ്രേ കളറില് നമുക്ക് റെഡ് അലോയ് വരുന്ന അതുപോലെ ബ്ലാക്കിൽ റെഡ് അലോയ് വരുന്ന ഒരു വേരിയന്റ് കൂടെ വരുന്നുണ്ട്. 1.14 വരും. ഇത് റോണിന്റെ ബ്ലാക്ക് എഡിഷൻ. ബ്ലാക്ക് ഇതാണ് ബേസ് മോഡൽ പറഞ്ഞ ബ്ലാക്ക്. ബേസ് അതെ. നമ്മൾ കുറച്ചും കൂടെ മൈലേജ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പോട്ട് അല്ലെങ്കിൽ റേഡിയോൺ എന്ന് പറയുന്ന ബൈക്കുകളൊക്കെ ഇച്ചും കൂടെ നമുക്ക് ഓക്കെ ആയിരിക്കും. ഇവിടെ മൈലേജ് പ്രിഫർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. 110 cc ആണ് വണ്ടി. ഇതിനകത്ത് സ്പോർട്ടിനകത്ത് ഇതിപ്പോ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള വേരിയന്റ്, അല്ലാതെ നോർമലി പ്ലെയിനും വരുന്നുണ്ട്, ഗ്രാഫിക്സ് ഇല്ലാതെ സിംഗിൾ കളർ ഓപ്ഷനകത്തും വരുന്നുണ്ട്. അപ്പൊ ആ ഗ്രാഫിക്സ് ഉള്ള വേരിയന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 85,000 രൂപയ്ക്ക് ഓൺ റോഡ് നമുക്ക് ഇറക്കാം. ഇതിന്റെ തന്നെ നോർമലി പ്ലെയിൻ കളറാ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 84 രൂപയ്ക്കൊക്കെ വണ്ടി ഇറക്കാം. എബവ് കമ്പനി നമുക്ക് അഷ്വർ ചെയ്യുന്ന മൈലേജ് ആണ്. നമ്മൾ എങ്ങനെ പോയാലും ഒരു 75 എബവ് നമുക്ക് കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സ് ആവറേജ്. പിന്നെ നമുക്ക് റേഡിയോ എന്ന് പറയുന്ന വണ്ടിയും കൂടെ വരുന്നുണ്ട്. നിലവിൽ ഇപ്പൊ ഇരിപ്പില്ല, അതിനും സെയിം തന്നെയാ വരുന്ന വണ്ടിക്ക് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേനും റേഡിയോണിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു 1.4 ഒക്കെ വരുന്നുണ്ട്. 1,04,000. ഈ മോഡലിന് 1,14,000. അതെ അതെ. ഇറക്കണമെങ്കിൽ ഓൺ റോഡ് എത്ര ആവുമായിരിക്കും? 1.22. ആക്സസറീസ് ഉൾപ്പെടെയാണ് കേട്ടോ. ആക്സസറീസ് തികച്ചും ഓപ്ഷണൽ ആണ്. അതിന്റെ എമൗണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ 4,000 രൂപയുടെ വ്യത്യാസം എന്നുള്ളത് വരും. അതെന്നുള്ളത് കുറവ് വരും. നമുക്ക് 125 cc ജൂപ്പിറ്റർ 125 cc വണ്ടിക്കകത്ത് ഈ പറഞ്ഞാൽ 4 വേരിയന്റ് വരുന്നൊരു വണ്ടി. ഇതിനകത്ത് നമുക്ക് ഈ ഇരിക്കുന്നെന്ന് പറയുന്നത് മൂന്നാമത്തെ വേരിയന്റാ. ഇതൊരു പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഡ്യുവൽ ടോൺ ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. അതായത് അതിന്റെ സീറ്റും പാനലും ഒക്കെ 2 കളർ ഓപ്ഷനിൽ വരും. വണ്ടിക്ക് പുറകിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് കുഷ്യൻ വരും. ഇത് പറഞ്ഞ പോലെ LCD ക്ലസ്റ്റർ മീറ്റർ ആണ് വണ്ടിക്ക് വരുന്നത്. ബാക്കിയെല്ലാം ഫീച്ചേഴ്സ് നമുക്ക് കണക്ടിവിറ്റി ഉൾപ്പെടെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. സ്മാർട്ട് കണക്ടിവിറ്റി എല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അത് തന്നെ. എൻഡോർക്കിന് ഇത് ആക്ച്വലി ഇത് നമ്മുടെ റൈഡറിന്റെ ഡിസ്പ്ലേ ആണ്. റൈഡറിന്റെ ഡിസ്പ്ലേ ആയിരുന്നു ഇത്, LCD ക്ലസ്റ്റർ. ഇതിങ്ങനെ എടുത്ത് നമുക്ക് ജൂപ്പിറ്റർ 125 ഈ ഒരു ഇതിനകത്തും വന്നിട്ടുണ്ട്, ഡ്യുവൽ ടോണിനും വന്നിട്ടുണ്ട്, ഈ XPയുടെ പുതിയ കളറിനകത്തും വെച്ചിട്ടുണ്ട്. ഈ വണ്ടിക്ക് എങ്ങനെയാ ഓൺ റോഡ് വരുന്ന പ്രൈസ്? ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ 1.20 വണ്ടി ഇറക്കാം. ബേസ് ഓപ്ഷൻ ആണെങ്കിലോ? 125 ബേസ് ആണെങ്കിലോ? ബേസ് ഓപ്ഷൻ ആണെങ്കിൽ 1.14. ബേസ് ഓപ്ഷനിലേക്ക് വരുമ്പോ എന്നാന്ന് ചോദിച്ചാൽ ഫ്രണ്ട് വീല് ഡ്രം ആയിരിക്കും. പിന്നെ ഈ കണക്ടിവിറ്റി എന്നുള്ളത് വരികയല്ല, നോർമൽ ആയിരിക്കും. 3 കളേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. ബേസിന് വരുന്നത് ഗ്രേയും വൈറ്റും ബ്ലൂ. പിന്നെ ആ ഡിസ്ക് മാത്രം വരുന്ന ഒരു വേരിയന്റോ? ഡിസ്ക് ഇതിന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ്. അതിനകത്ത് കളേഴ്സ് 5 കളർ ഓപ്ഷൻ വരും. ഈ പറഞ്ഞ പോലെ തന്നെ കണക്ടിവിറ്റി എന്നുള്ളത് വരികയല്ല. പിന്നെ ബാക്കി സ്റ്റോറേജും ഇതെല്ലാം ഒരുപോലെ വരുന്ന വണ്ടിക്ക്. അതിനെങ്ങനെയാ പ്രൈസ്? 1.19 വരും. ഫുൾ ഓപ്ഷൻ ആണെങ്കിലോ? ഇതിന് മേളിലുള്ള വണ്ടി 1.23 വരും. അതെല്ലാം എനിക്ക് എന്റെ ഉദ്ദേശിച്ചാണെങ്കിൽ എല്ലാ വണ്ടിക്ക് 10 രൂപയുടെ വ്യത്യാസം GST മാറിയപ്പോ വന്നിട്ടുണ്ട്. 125 ജൂപ്പിറ്റർ 125ന്റെ എല്ലാ വേരിയന്റിനും ആ ഒരു റേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. ജൂപ്പിറ്റർ 110 ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലാക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ മറ്റേ വണ്ടികളുടെ വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇതുണ്ട്, ഈ ഒരു പാനലിനകത്ത് ഒരു ഗിൽട്രി ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിക്കകത്ത്. അത് തന്നെ. പിന്നെ അതിന്റെ ലോഗോ വന്നേക്കുന്നത് നമുക്ക് കോപ്പർ ഷെയ്ഡില്ല. മറ്റേയൊക്കെ നമുക്കൊരു സിൽവർ ഷെയ്ഡാണ്. ഇതിലേക്ക് വരുമ്പോൾ അത് കോപ്പർ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടാ വണ്ടി വന്നേക്കുന്നത്. ഇവിടെ ഒരു ഉണ്ട് വ്യത്യാസമുണ്ട്. ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? ഇതിന്റെ പ്രൈസ് ആക്സസറീസ് ചേർത്തിട്ട് 1.19 വരും. ആക്സസറീസ് വിത്തൗട്ട് ആണെങ്കിൽ 1.15 വണ്ടി ഇറക്കാം. ഇത് നമ്മുടെ 110 cc മൂന്നാമത്തെ വേരിയന്റ്. ഇത് ഡ്രം ബ്രേക്ക് വരുന്ന സ്മാർട്ട് കണക്ടിവിറ്റി ഒക്കെ ഉള്ള വണ്ടിയാ. ഇത് നമുക്ക് ആക്സസറീസ് ഇല്ലാതെ ആണെങ്കിൽ 1.10 വണ്ടി ഇറക്കാം. ഇത് ബേസ് ആണ്. അതിന്റെ ബേസിന് നമുക്ക് അലോയ്സ് വരികയല്ല വണ്ടിക്ക്. ഞാൻ ആദ്യം വെച്ച് പറഞ്ഞില്ലേ, ഇതിന്റെ തൊട്ട് മേലുള്ള നമ്മള് വൈറ്റ് കണ്ടേ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അലോയ്സ് എന്നുള്ളത് വരികയില്ല. ഡ്രം ബ്രേക്ക് മാത്രമായിരിക്കും വണ്ടിക്ക് വരുന്നത്. അനലോഗ് മീറ്റർ ആണ്.
എൻഡോർക്കിന്റെ മറ്റൊരു കളറാണ്. എൻഡോർക്കിന്റെ 150യുടെ ബേസ് വേരിയന്റ് ആണ് അത്. ആണല്ലേ? ഓക്കെ, ഇങ്ങനെയായിരിക്കും ഡിസ്പ്ലേ വരുന്നത്. രണ്ട് സെക്ഷൻ. അതിന്റെ ഡിസ്പ്ലേക്ക് ഡിഫറൻസ് ഉണ്ട്, മറ്റേന്റെ പോലെ അല്ല വരുന്നത്, ചെറിയ മാറ്റമുണ്ട്. വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ഡിസ്പ്ലേയിൽ. ABS ആണ് വരുന്നത്, പക്ഷേ TFT വരത്തില്ല വണ്ടിക്ക്. ബാക്കിയെല്ലാം സെയിം തന്നെ. അതെ, നമ്മൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. സർവീസ് നമുക്ക് ഈ ഷോറൂമിൽ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ മാഡത്തിന് നമ്മൾ താങ്ക്സ് പറയാണ്. മാഡം, വ്യൂവേഴ്സിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗിരി സൈനിങ് ഓഫ്. ബൈ.